എന്നോട് പറഞ്ഞു നീ ഇതിലേക്ക് ഫോട്ടോ അയച്ചു നോക്കും. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാ ഫോട്ടോ അയക്കുന്നത്? അത് പറഞ്ഞു ചിലപ്പോൾ ഈ വർഷം നിൻ്റേതായാലോ എന്ന് പറഞ്ഞ് അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴും എനിക്കറിയില്ല, കാരണം എനിക്ക് ആക്ടിങ് റിലേറ്റഡ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. താല്പര്യം ഉണ്ടായിരുന്നു. ഇല്ല, അതും ആൾക്കറിയാം എനിക്ക് താല്പര്യമില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അപ്പം പുള്ളി പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഒരു തമാശയ്ക്ക് അയച്ചേക്കാം എന്ന് വിചാരിച്ച് തമാശയ്ക്ക് അയച്ചതാണ്. ആ പുള്ളി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഫോട്ടോ അയച്ചു. അങ്ങനെ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ആ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ. അതായത് ഞാൻ മെയിലൊക്കെ അയച്ചു, അകത്തൊരു 1-2 ദിവസം ഭയങ്കര റിപ്ലൈ എന്തെങ്കിലും വന്നോന്ന് അറിയാൻ ആ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. റെസ്പോൺസ് ഒന്നുമില്ല. പിന്നെ ഞാനത് വിട്ടു, ക്ലാസ്സൊക്കെ ആയിട്ട് പോണു. 1 മന്ത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. എനിക്ക് 1.5 വയസ്സൊക്കെയുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്, പള്ളിയിൽ പോകണം. ഞാൻ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. ആ സമയത്ത് എനിക്ക് ഉണ്ണിമായ ചേച്ചിയുടെ കോൾ വരികയാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇതേപോലെ ലിജോയുടെ ഫോട്ടോസ്, ലിജോ ഇങ്ങനെ ഫോട്ടോ അയച്ചിരുന്നില്ലേ, ഞങ്ങൾ ഫോട്ടോസ് കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ലിജോ നാളെ ഒന്ന് ഓഡിഷന് വരുമോ എന്നുള്ള രീതിക്ക് അന്ന് ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാനിതുപോലെ പോണ്ടിച്ചേരിയിലാണ്. അപ്പം ഞാൻ, കാരണം ഓഡിഷന് വരും എന്നൊക്കെ വെച്ചിട്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ഓഡിഷന് വരും, പിന്നെ അത്രയും ഗ്യാപ്പും കൂടി വന്നപ്പോൾ ഞാനത് ആലോചിക്കുന്നേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പോണ്ടിച്ചേരിയിലാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വീക്കെൻഡ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ തമാശയ്ക്ക് ഫോട്ടോ അയച്ചതാണ്. അല്ല നമ്മൾ സത്യം പറയണോ? ഞാൻ പറഞ്ഞു എനിക്ക് ആക്ടിങ് റിലേറ്റഡ് ഒന്നും അറിയില്ല ചേച്ചി, ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, ഞാൻ സ്റ്റേജിൽ കയറാത്ത ആളാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല ചേച്ചി പറഞ്ഞു ഇല്ല എന്തായാലും ഫോട്ടോസൊക്കെ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നീ ഇവിടെ വന്നത് ചെയ്ത് നിനക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇത്ര പേരെ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് ചേച്ചി ചോദിച്ചു. ചേച്ചിയാണ് നിർബന്ധിക്കുന്നുണ്ട്, മായ ചേച്ചി, ശ്യാമേട്ടൻ്റെ വൈഫ്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെച്ചു. ഞാൻ വീട്ടിൽ വിളിക്കുകയാണ്, അടുത്ത് ഞാൻ വീട്ടിൽ വിളിക്കുന്നു. അമ്മ വിളിച്ചപ്പോൾ അമ്മ എന്നെ ചീത്ത വിളി നീ എന്താലോചിച്ചിട്ടാ ഫോട്ടോ അയച്ചത്, കാരണം അമ്മ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ഫോട്ടോ അയച്ചു എന്ന്. അപ്പോൾ നിനക്ക് അതിന് അഭിനയിക്കാൻ അറിയാം. അപ്പം ശരി എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അപ്പം ഞാൻ അവരോട് വരാൻ പറ്റില്ല. അപ്പം ഞാൻ വീണ്ടും ഉണ്ണിമായ ചേച്ചിയെ വിളിച്ചിട്ട് ഇതേപോലെ ചേച്ചി വീട്ടിൽ നിന്ന് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. വീണ്ടും ചേച്ചിനോട് പറയാൻ ഒന്നുകൂടി സംസാരിച്ച് നോക്ക്, എന്നിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സാറ്റർഡേ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും സമ്മതിച്ചിരിക്കുന്നു. സത്യം ഉണ്ണിമായ ചേച്ചി പറഞ്ഞാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ ഞാൻ വീണ്ടും വീട്ടിൽ വിളിക്കുന്നു. അപ്പം അമ്മ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും ചെയ്യും. അപ്പം അച്ഛൻ വരാമെന്ന് പറയണു. അങ്ങനെ അച്ഛൻ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നു. കഫേ പപ്പയിലാണെന്ന് ഓഡീഷൻ അവർ പറഞ്ഞു. അപ്പം ഞാൻ ഫ്രൈഡേ നൈറ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ് കയറി എറണാകുളം എത്തി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ സമയത്തെത്തി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇവരാരും വന്നിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദിലീഷ് ഏട്ടനും ശ്യാമേട്ടനൊക്കെ കുറേ അധികം പേരൊരു വണ്ടിയിൽ വന്നിറങ്ങി. അപ്പോഴേ എൻ്റെ പാതി ജീവൻ പോയി. ഞാനിങ്ങനെ അതും എന്നെ കണ്ടതേ ശ്യാമേട്ടൻ പറഞ്ഞു ഞങ്ങൾ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള ഒരാളാണ് എക്സ്പെക്ട് ചെയ്തതെന്നും പറഞ്ഞു. ആദ്യം ശ്യാമേട്ടൻ പറഞ്ഞത്. അപ്പോഴേ ഞാൻ ഓക്കെ തീർന്നു, അവിടെ തീർന്നു. എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മ, എനിക്ക് നാരദൻ്റെ DOP ആയിട്ടുള്ള അവനാണ് അന്ന് ഇതേപോലെ ഇവരെ പോലെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്, ഓഡിഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കും. അപ്പം എനിക്ക് അവന് ഒരു പരിചയവും ഇല്ല. അവൻ ലക്ഷദ്വീപ് എന്നുള്ള പയ്യനാണ്. അപ്പം ഇപ്പം എൻ്റെ ഏജ് അന്ന്. അപ്പം എനിക്ക് ഒരു പരിചയമില്ല. എൻ്റെ ടെൻഷനും എൻ്റെ പേടിയും കാരണം ഒരു പരിചയമില്ലായിട്ട് ഞാൻ പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് പേടിയാവുന്നു, എനിക്ക് ചെയ്യാൻ അറിയില്ല, ഞാൻ വെറുതെ തമാശയ്ക്ക് ഫോട്ടോ വെച്ചാൽ ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അവൻ പറയില്ല വെറുതെ ട്രൈ ചെയ്ത് നോക്ക്, അത്രേ ഉള്ളൂ എനിക്കിങ്ങനെ പറയാം. അപ്പം ശരിയെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് റോയിച്ചൻ അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പേര് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ദിലീഷ് ഏട്ടനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ശ്യാമേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എടാ നീ ഫേമസ് ആയടാ എന്നൊക്കെ ഇങ്ങനെ ശ്യാമേട്ടൻ അവർ തമ്മിൽ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയാണ് പഠിക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നാൽ നമുക്കിപ്പോൾ 1-2 സീൻസ് വെറുതെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞെങ്കിൽ കുറച്ച് നേരോട് നമുക്ക് വെറുതെ സംസാരിച്ചിരിക്കാം എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇടുക്കിയിൽ നിന്നുള്ള ആളാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് ഭയങ്കര കോയിൻസിഡൻസ് ആയി, ഞങ്ങൾ ശരിക്കും ഇടുക്കിയിൽ നിന്നുള്ള ആളുകളെയാണ് നോക്കുന്നത്, സിനിമ ഇടുക്കിയിട്ട് നടക്കുന്ന ഒരു കഥയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ പേരോടൊക്കെ സംസാരിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദിലീഷ് ചേട്ടൻ അതെ ദിലീഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു ഇപ്പം നമുക്ക് ഒരു സീൻ ചെയ്ത് നോക്കിയാലെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഞാൻ കംഫർട്ടബിൾ ആയി അവരോട് സംസാരിച്ച്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ സീനല്ല സിറ്റുവേഷനാണ്. ഇതേപോലെ സിനിമയിലുള്ള ഒരു അപ്പം മാനേജ് ചെയ്ത് ഒന്ന്. അപ്പോൾ ഡയലോഗ്സ് ഇല്ല, നമുക്ക് എന്താണോ തോന്നുന്നത് അത് പറയാം.
അത് എങ്ങനെയോ ചെയ്തു. അത് തന്നെ പിന്നെ അതിനെ തന്നെ വീണ്ടും വേറെ 1-2 രീതിയിലും കൂടി ചെയ്യാൻ പറഞ്ഞ് അതും ചെയ്തു. പിന്നെ ഞാൻ ലാസ്റ്റ് കണ്ട ഒരു സിനിമ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്നതായിട്ട് ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് 1-2 ഫോട്ടോസും കൂടി എടുക്കാം. അപ്പോൾ അടുത്ത പ്രശ്നം എനിക്ക് ഫോട്ടോസിൽ പോസ്റ്റ് ചെയ്യാൻ അറിയില്ല. അത് അടുത്ത പ്രശ്നം. അപ്പോൾ പറഞ്ഞു ദിലീഷ് ചേട്ടൻ തന്നെ എനിക്ക് 1-2 പോസുകൾ കാണിച്ചു തന്നു. വിഷ്വലൈസ് ചെയ്യാം ദിലീഷ് ഇങ്ങനെ പോസ് ചെയ്യുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇതുപോലെ ഒരു വോളിനോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനത്തൊക്കെ എനിക്ക് പോസ് കാണിച്ചത്. ഞാൻ അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇറങ്ങിയത് ഞാൻ ആദ്യം ഇച്ചനോട് പറഞ്ഞത് ഇതൊരിക്കലും കിട്ടാൻ പാടില്ല, ഞാൻ തിരിച്ചു പോവാം. അങ്ങനെ ഞാൻ പോയി. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. അതെ.